എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മകളുണ്ട്, സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. ഇപ്പോഴും പറയുന്നു. ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് കാണൽ ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ കാരണം നമ്മുടെ സ്വന്തം. എല്ലാവർക്കും നമസ്കാരം. ജാസി മിന്നും താരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ജാസി. ജാസിയെ കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് റീസെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമ്മൾ അതൊക്കെ വെച്ച് സംസാരിച്ചിട്ടുണ്ടാകും. ജാസി സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അന്ന് സംസാരിച്ചത്. എന്നാൽ ജാസിയുടെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാധനത്തിൽ ജാസി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചിട്ട് വന്നിരുന്ന് മെഴുകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വന്തം ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ ഒരാള് ആദ്യം കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ആ ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ അടുത്ത ആ പെൺകുട്ടി രണ്ടാം കെട്ടുകാരിയാണ്. അത് പെൺകുട്ടിയായാലും പയ്യനായാലും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ രണ്ടാം കെട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് അടുത്തൊരു കല്യാണം നടക്കാൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു ബോധവും ഇല്ലാണ്ട് വന്നിരുന്നങ്ങ് പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, അതിനൊന്നും ചെയ്തില്ലല്ലോ, അതിനൊന്നും ഉണ്ടായില്ലല്ലോ. എന്തിന്? ഒരു പരിപാടിയും നടന്നിട്ടില്ലെങ്കിലും നടക്കേണ്ട പരിപാടികൾ കെട്ടിയത് തന്നെയാണ്. പിന്നെ ഡിവോഴ്സായ അത് രണ്ടാം കെട്ട് തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് പഴയ ഒരു കല്യാണം കഴിച്ച ഒരു കഥയുമായി ബന്ധപ്പെട്ട് ജാസി കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് ജാസി മാത്രമല്ല, ഇനി വേറൊരു വ്യക്തിയും കൂടി ഇതുപോലെ ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ കമന്റ്സിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കല്യാണ വിഷയം ഇത് കുറെ മുമ്പ് പറഞ്ഞ കാര്യം. അപ്പൊ ആ സമയത്ത് അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞുവൻ അങ്ങനെയുള്ള കുറെ. അതെ, ഞാൻ ഈ പറഞ്ഞ സാധനമാണ്. കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞു എന്നുള്ള സാധനം ജാസി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജാസിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നെഗറ്റിവിറ്റിയും ആള് ഏറ്റുവാങ്ങുന്നുണ്ട്. എന്നാൽ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ കുറ്റം പറയാറില്ല. എന്നാൽ കണ്ണന്തിരിവ് കാണിക്കുന്ന എല്ലാത്തിനെയും പറയുന്നുണ്ട്. ഇവിടെ ജാസി ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതല്ല. എന്നാൽ ജാസി ഇവിടെ ചെയ്തിട്ടുള്ളത് പോകൃത്തനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് യോജിപ്പില്ല. ഒരു ആളുടെ ജീവിതത്തിൽ കയറി കളിച്ച് ജീവിതം തൊലച്ചതിന് ശേഷം ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നതിൽ ഒരു യോജിപ്പില്ല. അതുപോലെ ജാസി മാത്രമല്ല, ജാസിയുടെ വീട്ടുകാർക്കും ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ചോദ്യം ചോദിച്ചല്ലോ ആങ്കർ, ഈ കല്യാണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ വരുന്ന ഫെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അതിന് ജാസിയുടെ ഉത്തരം കേൾക്കാം. പെണ്ണിന്റെ ജീവിതം കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കുട്ടിനെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി +1 +2 പഠിക്കായിരുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം പേയ്മെന്റ് കൊടുക്കണമല്ലോ നിക്കാഹ് കഴിഞ്ഞു. അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നത്. പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ കൊടുത്തു. കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാൽ അത് ബെറ്റർ ആയിക്കോളും എന്ന് വിചാരിച്ചു ഉമ്മ പറഞ്ഞാൽ അതൊന്നും വാങ്ങണ്ട, ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പെണ്ണോട് ജീവൻ നശിപ്പിച്ചു എന്ന് തോന്നാറില്ല. സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ കോണ്ടാക്ട് ഇല്ല. ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം. അതിപ്പോ സെറ്റിൽ ആയോ കല്യാണം? അവള് ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്കറിയില്ല. ഞാൻ ചോദിക്കാറൊന്നുമില്ലല്ലോ, എനിക്കറിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഇപ്പോഴാണ് ഒരു സ്ത്രീയുടെ സെറ്റപ്പിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. വാട്ടെവർ, സർജറി കഴിയാത്തടത്തോളം കാലം ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് നാദിറയൊക്കെ അന്നൊരു കേസിൽ വന്ന് സംസാരിക്കുന്ന വിഷയമൊന്നും എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ റീസൺ നാദിറ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തിനാണ് സെപ്പറേറ്റ് ബാത്റൂം, രണ്ടുപേർക്കും കൂടി ഒരു ബാത്റൂം പോരെ എന്ന് പറഞ്ഞ ഒരു മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നോടെ നാദിറ ഞാൻ വെറുത്തതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതോടെ. അതിനു മുമ്പൊക്കെ ബിഗ് ബോസിലൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റോടെ എനിക്കെന്തോ പിന്നെ നാദിറ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ജാസി ഇവിടെ പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വാങ്ങിയ സ്വർണവും കാര്യങ്ങളെല്ലാം കൊടുത്ത് മ്യൂച്വലി ഡിവോഴ്സായി. ഓക്കെ, മ്യൂച്വലി ഡിവോഴ്സായി. പക്ഷെ രണ്ടാം കെട്ടുകാരി എന്നൊരു പേര് ആ പെൺകുട്ടിക്ക് ജീവിതകാലം മൊത്തം കാണും. അത് മാറ്റി മറിക്കാനും ജീവിതത്തിൽ ഏൽപ്പിച്ച മുറിവ് ഒരിക്കലും മാറ്റിമറിക്കാനും പറ്റത്തില്ല. വാങ്ങിയ സ്വർണവും കാര്യങ്ങളും പൈസയും നഷ്ടപരിഹാരം എല്ലാം കൊടുത്താലും കൊണ്ട മുറിവ് തന്നെയാണ്, അത് മാറത്തില്ല. അത് എത്ര മായ്ച്ചാലും
അതുകൊണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ശരിയാണെന്നുള്ള രീതിയിലുള്ള ഈ ഒരു സംസാരം എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പൊ വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു, പെണ്ണ് കാണാൻ അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. ഈ സമയങ്ങളിലൊന്നും എനിക്ക് ഈ കല്യാണം വേണ്ട, എനിക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആളുകളെ പോലെ അഭിനയിക്കണമല്ലോ. ഉള്ളിൽ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണമല്ലോ ആളുടെ മുമ്പിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളോട് അവരോട് ഞാൻ പറയും, എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കണേ, ആൽബം വരുമ്പോൾ ആളുകളെ പോലെ തന്നെ വേറിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര എൻ്റെ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് പറഞ്ഞ ജീവിതത്തിൽ. അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ. എൻ്റെ കല്യാണം ഓൾറെഡി ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. ജാസി 1-2 പോയിന്റ്സ് പറയുന്നുണ്ട്. എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ്. അതായത് എല്ലാവരും പറഞ്ഞു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവ സവിശേഷ ഗുണങ്ങളെല്ലാം മാറും. പക്ഷെ താൻ മനസ്സുകൊണ്ട് ഒരു സ്ത്രീയാണ്, ശരീരം കൊണ്ട് ഒരു പുരുഷനുമാണ്, ആ ഒരു രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. അത് മാറി താൻ ഇപ്പോൾ സ്ത്രീയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. എന്നാൽ താൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ആരുടെ ജീവിതം കളഞ്ഞു കുളിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒന്നുമില്ല. എല്ലാം വീട്ടുകാരൊക്കെ അങ്ങനെ ആക്കി വെച്ചതാണ്, പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ അങ്ങ് സെറ്റ് ആയിക്കോളൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി അവിടെ ഏറ്റവും ചെയ്തിട്ടുള്ള ഒരു കുറ്റമല്ലേ? എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബ പേരും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും, നിങ്ങളുടെ വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ കണ്ണുനീരിന് വേണ്ടിയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച, അല്ലെങ്കിൽ തൊലയ്ക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ളത്. ഞാൻ ചോദിച്ച ചോദ്യം ജനുവിനല്ലേ? ഓക്കെ, നിങ്ങളുടെ വീട്ടുകാരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ അവിടെ ചെളിവാരി അടിക്കാൻ വേണ്ടി പോയത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അത് ആരും ഓർക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ കുടുംബം പേര്, നിങ്ങളെ ഇമേജ് ഒക്കെ നോക്കിയാൽ മതി. പകരം മറ്റൊരു കുടുംബത്തിന്റെ കാര്യമൊന്നും നോക്കണ്ട, അതിനെപ്പറ്റി ഒരു ചിന്തയും ഇല്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ ഇന്റർവ്യൂവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്റെ ശരീരം കൊണ്ട് ഞാൻ പുരുഷനും മനസ്സുകൊണ്ടൊരു സ്ത്രീയുമാണെങ്കിൽ എന്റെ വീട്ടുകാരെല്ലാവരും ഫോഴ്സ് ചെയ്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് വെച്ചോ, ഞാൻ ഒരിക്കലും കഴിക്കത്തില്ല. എന്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനും സമാധാനപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുകയാണെങ്കിൽ അതിൽ എവിടെയാണ് ഒരു എത്തിക്സ് ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല, ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇനി ബാക്കി പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ കാരണം നമ്മുടെ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി, കല്യാണം എൻ്റെ വീട്ടിലേക്ക്, കാരണം ആ കുട്ടീനെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ എങ്ങനെ ഈ കാര്യം അവതരിപ്പിച്ചത്? ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഇങ്ങനെ, പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രമാണേ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവള് ഓക്കെ ആയിരുന്നു. അങ്ങനെ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിൽ പോവുക ചെയ്തത്. അങ്ങനെ മ്യൂച്വലായിട്ട് അവർ തമ്മിൽ ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയായിരുന്നു. കൊള്ളാലോടെ, കല്യാണം കഴിക്കുന്നു, നാട്ടുകാരെ മുമ്പിൽ മാരീഡ് ആണ്. എന്നാൽ എന്തുവാണ് ഇതൊക്കെ? സത്യം എനിക്ക് ചിരിയാണ് വരുന്നത്. കോപ്രായങ്ങളല്ലേ കാണിക്കുന്നത്. ആ പെൺകുട്ടിക്ക് വേറെ റിലേഷനും ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ വിടുകയും ഇവരുടേതായ രീതിയിൽ, എന്നാൽ ഇവര് തമ്മിൽ കല്യാണം കഴിച്ചു. കൊള്ളാടെ, നല്ല അടിപൊളി രീതികളാണ്. പല രീതികൾ കണ്ടിട്ടുണ്ട്. ഇത് ഒന്നാം തരം രീതിയായിപ്പോയി. കുറച്ചും കൂടി പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വിത്ത് യുവർ പെർമിഷൻ. കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്, അതായത് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചതാണ്, കുട്ടിയുണ്ട് എന്ന് ചിലർക്ക് ഞാൻ കണ്ടു, ചിലർക്ക് കുട്ടിയില്ല, കുട്ടിയുണ്ടെന്നൊക്കെ ഞാൻ. കുട്ടി ഉണ്ടായാലും ഒരിക്കലും ഞാൻ ഈ ലൈഫിലേക്ക് മാറത്തില്ല, അത് വേറെ കാര്യം. ഇനി കുട്ടിയാവാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തതാണ്. ഇല്ല, അതുകൊണ്ടാണ് ആ കുട്ടിയെ ക്വിറ്റ് ചെയ്തത്. നേരെ പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ബന്ധമുണ്ട്, ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു സ്ത്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഞാൻ മുന്നോട്ട് വരത്തില്ല. അങ്ങനെ വരുന്നോട് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുട്ടി കൈ കഴിഞ്ഞാൽ കുട്ടികളെ സ്നേഹിച്ച് അവരൊക്കെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് കാണും. പിന്നെ അതുപോലെ ഞങ്ങൾ ആകെ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. ആ ഒരു മാസം കൊണ്ട് ഇപ്പോൾ കുട്ടി ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് 10 ദിവസം 15 ദിവസം ഞാൻ തിരിച്ച് യുഎയിലേക്ക് തന്നെ പോകുന്നു. കല്യാണം കഴിയുന്നത് ശരിയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഡിവോഴ്സ് ചെയ്തു. അത് തന്നെ വലിയ കാര്യം കേട്ടോ. എന്തായാലും കുട്ടികളുണ്ടാക്കി
ആ ഒരു ബന്ധം നശിപ്പിക്കാതിരുന്നത് തന്നെ വലിയൊരു കാര്യം. കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ ഒഴിഞ്ഞു മാറുന്നതിലും ഭേദമാണ് ഇങ്ങനെയെങ്കിലും ചെയ്തത്. അത് തന്നെ വലിയ കാര്യം. പിന്നെ ആ പെൺകുട്ടിയുടെ ലൈഫിൽ ആ പെൺകുട്ടി എന്നും ഒരു രണ്ടാം കെട്ടുകാരിയായിട്ട് തന്നെ അറിയപ്പെടും അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ കുടുംബം ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കരുത്. നിങ്ങളുടെ ഭാഗം ശരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യരുത്. സ്വന്തമായിട്ട് തെറ്റാണ് ചെയ്തത്, തെറ്റ് പറ്റിപ്പോയി എന്നെങ്കിലും പറയുന്നതിൽ ഒരർത്ഥമുണ്ട്. അല്ലാണ്ട് വന്നിരുന്നത് മുഴുവനായിട്ട് ന്യായീകരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഇനി വേറൊരു വ്യക്തിയുടെ വീഡിയോയും കൂടി ഇതുപോലെ ഞാൻ കൊടുക്കാം. അതായത് ഇവർ ട്രാൻസ്ജെൻഡർ ആണ്. ഇവർ ആദ്യം ആണായിരുന്നു, ജീവിച്ചു, കല്യാണം കഴിച്ചു, എന്നാൽ ഇപ്പോൾ സ്ത്രീയായി മാറിയിരിക്കുകയാണ്. ആ ആണായി ജീവിച്ച സമയത്ത് ഇവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി ഉണ്ടായത് എങ്ങനെയെന്ന് എനിക്കപ്പം മനസ്സിലാവുന്നില്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അവർക്ക് ആണുങ്ങളടുത്ത് മാത്രമല്ല ഫീലിങ്സ് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇനി ഇവർ വേറെ മറ്റേ ബൈസെക്ഷൽ ആണോന്നും അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറിയിട്ടുണ്ട്, സ്ത്രീ രൂപത്തിലാണ് മാറിയിട്ടുള്ളത്. അവർക്ക് എന്നാൽ ഒരു മകളുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ കൊച്ചാണെന്നും പറയുന്നുണ്ട്. ആദ്യം അച്ഛനായിരുന്ന സമയത്തുണ്ടായ മകളാണ്, എന്നാൽ ഇന്ന് അമ്മയായി മാറിയിരിക്കുകയാണ്. ആ സ്ത്രീ മരണപ്പെട്ടു പോയെന്ന് തോന്നുന്നു. എന്തായാലും അവർ പറയുന്നൊന്നും കേട്ടു നോക്കാം. എനിക്ക് തന്നെ ഒന്നും കണക്ട് ആവുന്നില്ല, എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, മകളുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. ഇപ്പോഴും പറയുന്നു എനിക്കൊരു മോളുണ്ട്, മോൾക്ക് 6 വയസ്സായി, അവൾ സുഖമായിരിക്കുന്നു. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഫാമിലിയുടെ ഒരു ഇത് വന്നപ്പോൾ ഞാനൊരു മാരേജ് ചെയ്യേണ്ടി വന്നു. അതിൽ ആ കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം ഞാൻ എന്നിലുള്ള പെൺകുട്ടിയെ പൂർണ്ണമായിട്ടും കാണിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അമ്മയായിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മോളെ എന്തെങ്കിലും ഒരു സമയത്ത് കാണാനും അല്ലെങ്കിൽ മോളോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്നൊക്കെ നല്ലൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവരുടെ വീട്ടിൽ സുഖമായിട്ട് അവൾ കഴിയുന്നു എന്നുള്ളത് തന്നെ ഞാൻ മറ്റൊരു കോളിലൂടെയൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് ചോദിച്ച് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം ഇപ്പോഴും അങ്ങനെ അറിഞ്ഞാണ് ഞാൻ പോകുന്നത്. അവൾ ക്ലാസ്സിന് പോയോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ഇപ്പം UKG-യിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നതിന് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ്. എനിക്കപ്പോൾ ഒരിക്കലും അടുത്ത് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛനായിരുന്നു, ഒക്കെ അമ്മയായി എന്നൊരു കൺസെപ്റ്റില്ല. അപ്പോൾ എന്തെങ്കിലും അംഗീകരിക്കുന്ന ഒരു സമയം വരും, ആഗ്രഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അംഗീകരിക്കുന്ന ഒരു സമയം വരുമെന്ന്. എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റും? ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട് എന്ന് വെച്ചോ, ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ഉണ്ട്. എൻ്റെ ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോയെന്ന് വെച്ചോ, ഞാൻ ഒരു ട്രാൻസ് ആണ്, എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് മക്കളുണ്ടെന്ന് വെച്ചോ. അപ്പൊ ഞാനൊരു നിമിഷത്തിൽ എൻ്റെ ഭാര്യ എന്നെ വേർത്ത് പോയതിനു ശേഷം ഞാൻ സ്ത്രീ രൂപത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്രയും ദിവസം അച്ഛാന്ന് വിളിച്ചോണ്ടിരുന്ന പിള്ളേർ എന്നെ കയറി അമ്മ എന്ന് വിളിക്കൂ. എന്തുവാടാ അത്? അതെനിക്ക് യോജിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എത്തിക്സിന് നിരക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഒരുമാതിരി എന്ത് പരിപാടി എന്തോ. ആ കൊച്ച് അംഗീകരിക്കുന്ന എനിക്ക് ഒരു ഉറപ്പും തോന്നുന്നില്ല. ഇനി നാളെ ഒരു കാലത്ത് അംഗീകരിക്കുക, വോട്ടോവർ, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാൾ അച്ഛനായിട്ട് കണ്ട ആ അച്ഛന് അമ്മയായി കാണാൻ എങ്ങനെ ഏത് കൊച്ചിനെ കൊണ്ട് സാധിക്കൂടെ? അതുകൊണ്ട് അയൽവാസികളുടെ അടുത്ത് വിളിച്ച് അന്വേഷിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ലോകം പോകുന്നതെങ്കിൽ എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ട് പോയി നിൽക്കുമെന്ന്. ഞാൻ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറ്റം പറഞ്ഞ് അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. പക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാണുന്നത്. അംഗീകരിക്കാൻ പറ്റില്ലെന്ന് തുറന്ന് തന്നെ പറയും. അത് ട്രാൻസ് ആയാലും സാധാരണ ആൾക്കാരായാലും ഗേ ആയാലും എന്തായാലും ആരായാലും ഞാൻ പറയേണ്ട സ്ഥലത്ത് തന്നെ പറയും. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.